കേരള പ്രീമിയർ ലീഗ് ഫുട്ബോളിന്റെ 12ാം പതിപ്പിന് ഈ മാസം 27-ന് തുടക്കമാകും. മഞ്ചേരിയിൽ നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ ഗോകുലം കേരള എഫ്.സിയും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിൽ ഏറ്റുമുട്ടും. കോർപ്പറേറ്റ് എൻട്രിയിലൂടെ ഇന്റർ കേരള എഫ്.സി എന്ന പുതിയ ടീമും ഈ സീസണിൽ കളത്തിലിറങ്ങും. 14 ടീമുകൾ പ്രാഥമിക റൗണ്ടിൽ സിംഗിൾ ലെഗ് ലീഗ് ഫോർമാറ്റിൽ മത്സരിക്കും. ഇവരിൽ നിന്നും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന 4 ടീമുകൾ സെമി ഫൈനലിലേക്ക് യോഗ്യത നേടും. തുടർന്ന് ഫൈനലിൽ വിജയിക്കുന്ന ടീമിനെ ഐ ലീഗ് 3ാം ഡിവിഷനിലേക്ക് നാമനിർദ്ദേശം ചെയ്യും. മലപ്പുറം മഞ്ചേരിയിലെ പയ്യനാട് സ്റ്റേഡിയം, കോഴിക്കോട് EMS കോർപ്പറേഷൻ സ്റ്റേഡിയങ്ങളിലായി 94 മത്സരങ്ങളാണ് ടൂർണമെന്റിൽ അരങ്ങേറുകയെന്ന് കേരള ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് നവാസ് മീരാൻ പറഞ്ഞു. പ്രീമിയർ ലീഗ് നമ്മളുടെ പൈപ്പ് ലൈൻ ടുവേർഡ്സ് ISL അതിൽ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലീഗാണ്. അപ്പോൾ നമ്മളുടെ മൊത്തത്തിലുള്ള ലീഗുകളുടെ ഒരു കഥ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചാക്കുള ട്രോഫി 13 വയസ്സ് മുതലുള്ള കുട്ടികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു, 17 വയസ്സ് വരെ. അതിനുശേഷം അവിടെ നിന്ന് സ്കൗട്ടഡ് ആയിട്ട് വരുന്ന കുട്ടികളാണ് കേരള പ്രീമിയർ ലീഗിൻ്റെ താഴെയുള്ള ഡിവിഷനുകളിൽ എൻട്രി എടുത്ത് മുകളിലേക്ക് എത്തിപ്പെടുന്നത്. അപ്പോൾ ഈ കേരള പ്രീമിയർ ലീഗിൽ നിന്ന് സെലക്റ്റഡ് ആവുന്ന അല്ലെങ്കിൽ സ്കൗട്ടഡ് ആവുന്ന കുട്ടികളാണ് ജനറലി SLKയിലേക്ക് പോവുകയും സൂപ്പർ ലീഗ് കേരളയിലേക്ക് പോവുകയും അവിടെ നിന്ന് ഐ ലീഗും ISL എല്ലാം കളിക്കാനായിട്ടുള്ളൊരു അവസരം ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു പൈപ്പ് ലൈൻ ടുവേർഡ്സ് ISLിലേക്ക് നമ്മളുടെ കേരള കളിക്കാരെ എത്തിപ്പിക്കുന്നതിന് ഉള്ള ഒരു പൈപ്പ് ലൈനായിട്ടാണ് നമ്മൾ ഈ ലീഗുകളെല്ലാം ഉപയോഗിക്കുന്നത്.